സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് വിജയ് പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്. എന്തായിരുന്നെന്ന് അറിയാവോ? സി ജോസഫ് വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരമ്പൂരിലും മത്സരിക്കാൻ എത്തുന്നു, സി ജോസഫ് വിജയ് എന്നതായിരുന്നു വിജയ് പ്രഖ്യാപിച്ചത്. മൈക്കിന് മുന്നിൽ നിന്നും മാറുതെന്ന് കൈ ഉയർത്തിക്കൊണ്ടാണ് വിജയ് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ചുറ്റും കൂടിയിരുന്ന TVK പ്രവർത്തകർ ആവേശം കൊണ്ട് ആർമാദിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചു. തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് 40% ന്യൂനപക്ഷ വോട്ടർമാരുള്ള സ്ഥലം, ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലായുള്ള സ്ഥലം. അവിടെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ മത്സരിക്കാൻ എത്തുന്നത് സി ജോസഫ് വിജയ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൈ ഉയർത്തിക്കൊണ്ട് വിജയ് പറഞ്ഞത്. ചുറ്റും കൂടിയിരുന്ന TVK പ്രവർത്തകർ ആവേശത്തിൽ നിറഞ്ഞു. എന്നാൽ ഇനിഗോ ഹൃദയരാജ് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഇത്രയും നാളായി വിജയ് എന്ന് മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വ്യക്തി എങ്ങനെയാണ് പെട്ടെന്ന് സി ജോസഫ് വിജയായി മാറിയത്? വിജയ് എന്ന് മുതലാണ് ക്രിസ്ത്യാനിയായി മാറിയത്? DMK സ്ഥാനാർത്ഥിയായ ഇനിഗോ ഹൃദയരാജിന്റെ ചോദ്യവും അതുതന്നെയാണ്. 2021 ജയിച്ച വ്യക്തിയാണ്, അവിടുത്തെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെ MLA ആണ്. ആ ഇനിഗോയെ ഇറക്കാൻ സ്റ്റാലിൻ തീരുമാനിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണവും വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ മത്സരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. കാരണം അവിടെ നേരത്തെ വേറൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കാനായിരുന്നു DMKയുടെ ആലോചന. പക്ഷെ വിജയുടെ വരവോടുകൂടി ഇനിഗോ ഇറക്കുകയായിരുന്നു സ്റ്റാലിൻ കളിച്ചത്. പക്ഷേ ഇനിഗോ ഹൃദയരാജ് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്ത്യാനി സമൂഹം ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും, അതായത് DMKയുടെ ഒപ്പം തന്നെ നിൽക്കും, ഞാൻ തന്നെ കൂടെ ഉണ്ടാവും. ഞാനിവിടെ കഴിഞ്ഞ 5 വർഷത്തോളം ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. ജനങ്ങൾ എന്നൊപ്പം ഉണ്ടെന്നാണ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ നിന്ന് മത്സരിക്കുന്ന ഇനിഗോ ഹൃദയരാജ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് വിജയ് ഇറങ്ങുന്നതെങ്കിൽ അതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല, അതൊന്നും സംഭവിക്കില്ല എന്ന് ഇനിഗോ ഹൃദയരാജ് പറഞ്ഞാൽ പോലും ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രിസ്ത്യൻ ബിഷപ്പുമാരുമായും വൈദികരുമായിട്ട് സ്റ്റാലിൻ സംസാരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും സ്റ്റാലിൻ്റെ മുന്നിൽ, വീടിന് മുന്നിലൊക്കെ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെയൊക്കെ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ചർച്ചകൾ സജീവമായി പോവുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ തന്നെ ന്യൂനപക്ഷ വോട്ടർമാരുണ്ട്, അവരോട് സ്റ്റാലിൻ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സംസാരിക്കുന്നു. DMK അവിടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റം തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും നിർണായകമാണ്. മാത്രമല്ല വിജയ് ലക്ഷ്യമിട്ട് ഇനിഗോ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് വിജയ് എന്താണ് ചെയ്തത്, വിജയ് എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്തതെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. മണിപ്പൂരിൽ അവിടെ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ, അവിടെ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ വിജയ് ഒരു ചെറുവിരൽ അനയ്ക്കുകയോ, വിജയ് എന്തെങ്കിലും സംസാരിച്ചോ എന്ന ചോദ്യവും കൂടി ഇനിഗോ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിജയ് BJPയുടെ B ടീമാണ് എന്നതും കൂടി ഇനിഗോ പറയുന്നുണ്ട്. അതായത് വിജയ് BJPയുടെ B ടീമായിട്ട് ഇവിടെ കളിക്കുന്നു, DMKക്കെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മാത്രമാണ് TVK എന്നതും കൂടിയാണ് ഇനിഗോ ഹൃദയരാജ് രാഷ്ട്രീയപരമായിട്ട് വിജയ്ക്ക് നേരെ അമ്പുകൾ ഉയർത്തുന്നത് എന്നതും കൂടി വ്യക്തമാണ്. എന്തായാലും യുവാക്കൾക്കിടയിൽ വിജയ്ക്ക് ചെറിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇനിഗോ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു കോൺഫിഡൻസ് പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിൽ വോട്ട് ഭിന്നിപ്പിക്കാൻ വിജയ്ക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം നിൽക്കുന്നത് പോലെ തന്നെയാണ് മുസ്ലിങ്ങൾക്കിടയിലും ആ വോട്ട് ഭിന്നിപ്പിക്കാൻ കഴിയുമോ വിജയ്ക്കും TVKയ്ക്കും എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമായിട്ട് നിൽക്കുന്നത്. കാരണം വിജയ് അടുത്തിടെ ഇഫ്താർ പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നു. ആ ഇഫ്താർ പാർട്ടികൾ വളരെയധികം വൈറലായിരുന്നു. ജനങ്ങൾക്കിടയിൽ വിജയ്ക്ക് ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ ഇഫ്താർ പാർട്ടിയിൽ കൂടി നിന്ന് ജനങ്ങളെല്ലാവരും തന്നെ വിജയെ ഉറ്റുനോക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഒരു പക്ഷേ അങ്ങനെ വോട്ട് മറിയാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം വളരെ നിർണായകമാണ്. നമുക്ക് തള്ളി നീക്കാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് വരെ വിജയ് നീങ്ങിയ സാധ്യതയും കൂടിയുണ്ട്. അങ്ങനെ മുസ്ലിം വിഷയങ്ങളിൽ വിജയ് ഇടപെടുന്നത് പോലെ തന്നെയാണ് സി ജോസഫ് വിജയ് എന്ന പേരുപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാനുള്ള വിജയുടെ ശ്രമങ്ങളെ ഇനിഗോ ഹൃദയരാജ് അപ്പാടെ തള്ളിക്കളയുന്നത്. പക്ഷേ DMK ക്യാമ്പിൽ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വിചാരിച്ചതുപോലെ എളുപ്പത്തിൽ DMKക്ക് അവിടെ നിന്ന് ജയിക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇനിഗോ ഹൃദയരാജനെ ഇറക്കി കളിക്കാൻ സ്റ്റാലിൻ തീരുമാനിക്കുകയും ചെയ്തതെന്നതും കൂടി വ്യക്തമാക്കണമല്ലോ. എന്തായാലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. വോട്ടർമാർ മാറി ചിന്തിക്കുന്നു എന്നുള്ള പ്രശ്നവും കൂടിയുണ്ട്. അതിനിടയിൽ ഇനിഗോ ഹൃദയരാജ് പറയുകയാണ് താൻ ഗംഭീരമായി കഴിഞ്ഞ 5 വർഷം മുന്നോട്ട് പൊക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ പോലും അവിടെ വോട്ടർമാർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അവിടെ വികസനമില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ വൃത്തിയില്ല എന്നത് ഉൾപ്പെടെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെ ആളുകൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹിക സാഹചര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിജയ് കളിക്കാനായി ഇറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ വിജയ്ക്ക് ജയിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ രാഷ്ട്രീയ മാറ്റങ്ങൾ അത് വിജയ്ക്ക് അനുകൂലമായി മാറുമോ അതോ DMKക്ക് അനുകൂലമായ സാഹചര്യത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുമോ എന്നുള്ളത് വളരെ നിർണായകമാണ്. പക്ഷേ ഇറങ്ങിക്കളിക്കുകയാണ് ഇനിഗോ ഹൃദയരാജ് എന്ന് പറയണം. അതോടൊപ്പം തന്നെ വിജയും
കഴിഞ്ഞ ദിവസം വിജയ് പ്രകടന പത്രിക ഉൾപ്പെടെ പുറത്തിറക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനകത്ത് പോലും അദ്ദേഹം കൃത്യമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് കഴിഞ്ഞ മറ്റ് രണ്ട് പാർട്ടികളും ഒരു രീതിയിൽ അവർ അങ്ങനെ രീതിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ രണ്ട് പാർട്ടികളും ആർക്കും ഒരു പ്രശ്നവും വരാത്ത രീതിയിലാണ് അവർ പ്രകടന പത്രിക പുറത്തിറക്കിയത്. അതായത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളും ഇങ്ങനെ പറയാം എന്നുള്ള രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് വിജയ് സംസാരിക്കുകയും ചെയ്തത്. അവിടെ നിന്നുള്ള TVK വ്യത്യസ്തമായി മാറുന്നു എന്നത് ഉൾപ്പെടെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന വേളയിൽ വിജയ് സംസാരിക്കുകയുണ്ടായത്. അതായത് DMK ADMKക്കെതിരെ കൃത്യമായ ഒരു തേർഡ് പാർട്ടി എന്നതിനേക്കാൾ ഉപരി തമിഴ്നാടിന്റെ നിലവിലത്തെ ട്രെൻഡിങ് അനുസരിച്ച് വിജയ് എന്ന TVK പാർട്ടി രണ്ടാം സ്ഥാനത്തേക്ക് നിൽക്കുകയാണ്. അതായത് പല ഘട്ടങ്ങളിൽ പോലും DMK പോലും മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് വിജയുടെ TVK പാർട്ടി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു എന്നത് പറയുമ്പോഴേക്കും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു TVKക്ക് എന്തോളമാണ് 2026 തമിഴ്നാട് നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴിതാ പല മുന്നണികളുടെയും നൈറ്റ് മെയറായി പേടി സ്വപ്നമായിട്ട് TVK മാറുന്നത്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.